മഹബത്തിൽ മറ്റൊന്ന് അൽ മഹബത്തു മഅ അല്ലാഹ്, അള്ളാഹുവോടൊപ്പമുള്ള മഹബത്താണ്. ആ മഹബത്തിനെ കുറിച്ചാണ് നമ്മുടെ ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച ഷിർക്കിൻ്റെ മഹബത്ത്, അൽ മഹബത്തു ഷിർക്കിയ. അള്ളാഹുവോടൊപ്പമുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സ്നേഹം. ആ സ്നേഹം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനം. യുഹിബ്ബൂനഹും കഹുബ്ബില്ല എന്ന് പറഞ്ഞില്ലേ? ആരാധന്മാരെ സമന്മാരായി സ്വീകരിച്ച് ആ സമന്മാരെ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവോടൊപ്പം പങ്കുചേർത്തുകൊണ്ടുള്ള സ്നേഹമാണ്. മഹബത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഈ മഹബത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ശിർക്കാണ്. ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ സൃഷ്ടിപ്പിലും ഉടമസ്ഥതയിലും കൈകാര്യകർത്തൃത്വത്തിലും നിയന്ത്രണത്തിലും പങ്കാളികളാക്കിയിട്ടില്ല. പ്രത്യുത അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അള്ളാഹുവിനോടുള്ള സ്നേഹം കണക്കെ അള്ളാഹുവിന് മാത്രമായത് അവർ ഈ ആരാധ്യന്മാർക്ക് വകവെച്ചപ്പോൾ അള്ളാഹുവിനോടുള്ള അവരുടെ ആ സ്നേഹം അത് അവർ അള്ളാഹു അല്ലാത്തവർക്ക് വകമാറ്റുകയായി. അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന നിലയിലുമായി. അതാണ് സംഭവിച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, വമഅലൂമുൻ അന്നഹും മാ സവൂഹും ബിഹി ഫിൽ ഖൽഖി വൽറിസ്ഖി വൽ ഇമാതതി വൽ ഇഹ്യാഇ വൽ മുൽക്കി വൽ ഖുദ്റ. ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരാക്കി. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇദ് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, നിങ്ങളെ ഞങ്ങൾ റബ്ബുൽ ആലമീനോട് തുല്യപ്പെടുത്തിയപ്പോൾ എന്ന് പറഞ്ഞില്ലേ? ആ തുല്യപ്പെടുത്തൽ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലോ അന്നം കനിയുന്ന വിഷയത്തിലോ മരിപ്പിക്കുന്ന വിഷയത്തിലോ ജീവിപ്പിക്കുന്ന വിഷയത്തിലോ ഉടമസ്ഥതയിലോ ഖുദ്റത്ത് കഴിവിലോ ഒന്നുമല്ല. പിന്നെ ഏത് വിഷയത്തിലാണ് റബ്ബുൽ ആലമീനോട് ഇവർ ആരാധ്യന്മാരെ സമപ്പെടുത്തിയത്, തുല്യപ്പെടുത്തിയത്? വ ഇന്നമാ സവ്വൂഹും ബിഹി ഫിൽ ഹുബ്, ആരാധ്യന്മാരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയത് ഹുബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ വത്തഅല്ലുഹ്, ആരാധനയുടെ വിഷയത്തിലാണ്. വൽ ഖുദൂഇ ലഹും, അവർക്ക് വഴിപ്പെടുന്ന വിഷയത്തിലാണ്. വത്തദല്ലുൽ, അവരുടെ മുമ്പിൽ ഭവ്യമാകുന്ന വിഷയത്തിലാണ്. മലക്കുകളെ ആരാധിച്ചിരുന്നവർ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചിരുന്നവർ, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, ഇവരൊക്കെ ആരാധിച്ചവർ. ഈ വദ്ദും സുവാവും യഗൂസും യഊഖും നസ്റും ഒക്കെ അന്നഹും കാനു റിജാലൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ സജ്ജനങ്ങളായിരുന്നു, സൽവൃത്തരായിരുന്നു. ഇവരോടൊക്കെ ഉള്ള ഹുബ് അതല്ലേ അവരെ പങ്കാളികളാക്കാൻ കാരണീഭവിച്ചത്. ഹാജിമാർക്ക് സേവനം ചെയ്തിരുന്ന ലാത്ത എന്ന മനുഷ്യൻ, അയാളോടുള്ള ഹുബ്, അതിനാലല്ലേ ലാത്ത ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അൽ മഹബത്തിൽ മൂന്നാമത്തേത് അൽ മഹബത്തു മഅ അല്ലാഹ്. ഈ മഹബത്ത് അള്ളാഹുവിനോട് മാത്രം ഉണ്ടാകേണ്ട വിനയവും ഭവ്യതയും ആദരവും ബഹുമാനവും പേടിയുമൊക്കെ നിഴലിച്ച പ്രാർത്ഥനാപൂർവമായ ആരാധനാപൂർവമായ മഹബത്ത്, അത് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവോടൊപ്പം വകവെക്കുന്ന മഹബത്താണ്. പണ്ഡിതന്മാർ ഇങ്ങനെ മഹബത്തിൻ്റെ 3 ഇനങ്ങൾ, മഹബത്തിൻ്റെ വിധിയെയും വിഭജനത്തെയും ഒക്കെ പരാമർശിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും.